ലോകത്തെ ഭീതിപ്പെടുത്തി ചൈനയിൽ വീണ്ടും വൈറസ് വ്യാപനം. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. കോവിഡ് വ്യാപനത്തിന്റെ 5 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹ്യൂമൻ മെറ്റാപ്ന്യൂമോ വൈറസ് പടരുന്നതായി റിപ്പോർട്ട്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? മാലിനിയുടെ തീരങ്ങൾ തഴുകി വരും പനിനീർ കാറ്റേ, ആരോടും പറയരുതേ. കോവിഡ് വ്യാപനത്തിന്റെ 5 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹ്യൂമൻ മെറ്റാപ്ന്യൂമോ വൈറസ് പടരുന്നതായി റിപ്പോർട്ട്. കോവിഡ് വ്യാപനത്തിന്റെ ആരംഭം ചൈനയിൽ നിന്നായതിനാൽ പുതിയ വൈറസ് വ്യാപനത്തെ ആശങ്കയോടെയാണ് ലോകം നോക്കിക്കാണുന്നത്. ഈ നാറി എനിക്ക് ചെറുപ്പം തൊട്ടേ അറിയാം. ഇവനെക്കാളും വലിയ വായി നോക്കി ഈ പഞ്ചായത്തിൽ വേറെ ഉണ്ടാവില്ല. ചൈനയിലെ ആശുപത്രികൾ ഹ്യൂമൻ മെറ്റാപ്ന്യൂമോ വൈറസ് ബാധിച്ച രോഗികളെ കൊണ്ട് നിറയുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. മരുന്നുകൾ ലഭ്യമാക്കാൻ കഴിയാതെ നിരവധി മരണം ഇതിനകം നടന്നുവെന്നും വിവരങ്ങളുണ്ട്. ഇൻഫ്ലുവൻസ എ, ഹ്യൂമൻ മെറ്റാപ്ന്യൂമോ വൈറസ്, COVID-19 എന്നിവയുൾപ്പെടെ ചൈനയിൽ പടരുന്നതായും ചൈനയിൽ നിന്ന് തന്നെയുള്ള ചില എക്സ്പോസ്റ്റുകളിൽ രേഖപ്പെടുത്തുന്നു. അല്ല, നമ്മൾ തമ്മിൽ ആദ്യമായിട്ടല്ലേ കാണുന്നത്? ഇതുപോലത്തെ ഒരു മുഖം ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ആദ്യമായിട്ടാ ഇതുപോലൊരു മുഖം കാണുന്നത്, അവസാനമായിട്ടും. ഇൻഫ്ലുവൻസ എ, ഹ്യൂമൻ മെറ്റാപ്ന്യൂമോ വൈറസ്, COVID-19 എന്നിവയുൾപ്പെടെ ചൈനയിൽ പടരുന്നതായും ചൈനയിൽ നിന്ന് തന്നെയുള്ള ചില എക്സ്പോസ്റ്റുകളിൽ രേഖപ്പെടുത്തുന്നു. ഇതിനേക്കാളും ഇവര് മരിക്കുമെന്ന് എഴുതിയാ 14 വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ് HMPV വൈറസ് പടരുന്നതെന്നാണ് വിവരം. എനിക്കെല്ലാമായി തൃപ്തിയായി. അപകട സാധ്യത ഏറെയുള്ളത് പ്രായമായവരിലും കുട്ടികളിലും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരിലുമാണ്. ന്യൂമോവിരിഡെ ഗണത്തിൽപ്പെട്ട HMPV 2001 ആദ്യമായി സ്ഥിരീകരിച്ചത്. നിലവിൽ ഹ്യൂമൻ മെറ്റാപ്ന്യൂമോ വൈറസിന് ചികിത്സയോ വാക്സിനോ ലഭ്യമല്ലെന്നും വിദഗ്ധർ പറയുന്നു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കോവിഡ് റിസർച്ച് സെൽ കോർഡിനേറ്റർ ചെയർമാൻ ശ്രീ ഡോക്ടർ രാജീവ് ജയദേവൻ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. വൈറസ് അല്ല, പക്ഷേ ഇത് ഇന്ത്യയിലും കണ്ടെത്തി എന്നുള്ളത് എന്തെങ്കിലും നമുക്ക് ഗൗരവതരമായി കാണേണ്ട ഒരു കാര്യമല്ലേ? അങ്ങനെ കാണേണ്ടതില്ല. ഇപ്പോഴത്തെ വാർത്ത കേൾക്കുമ്പോൾ ഇത് ചൈനയിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട് ഇവിടെ എത്തിയ ഒരു വൈറസ് എന്നുള്ള തോന്നൽ നമ്മൾ ഉണ്ടാക്കരുത്. അങ്ങനെയല്ല, കാരണം ഇവിടെ എന്നും ഉണ്ടായിരുന്ന ഒരു ജലദോഷ വൈറസ് തന്നെയാണ്. ചൈനയിലും മറ്റുമൊക്കെ ഇത് ഈ ജലദോഷം വരുമ്പോൾ പോലും അവര് ഇതിന്റെ സ്വാബ് എടുത്ത് പരിശോധിക്കുകയും മറ്റും ചെയ്യുമ്പോൾ ഈ HMPV എന്നുള്ള വൈറസ് സാധാരണ ജലദോഷം ഉണ്ടാക്കുന്ന ഒരു വൈറസ് തന്നെയാണെന്ന് അവർ കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല, നമ്മുടെ രാജ്യത്തും അതുപോലെ സൗത്ത് ആഫ്രിക്കയിലും മറ്റു രാജ്യങ്ങളിലും എല്ലാം ഏറെ വർഷങ്ങളായിട്ട് ജലദോഷം ഉണ്ടാക്കുന്ന ഒരു വൈറസ് തന്നെയാണിത്. ഈ ധാരാവി കേട്ടിട്ടുണ്ടോ? നീ ഊച്ചാളി കേട്ടിട്ടുണ്ടോ? പാരട്ടെ, നിന്റെ ധാരാവി എനിക്ക് ഇതാടാ. ഇത് നീ ഇതുവരെ കണ്ട എന്റെ മുഖം ഉണ്ടല്ലോ, അത് ഡീസന്റ് മുഖം. എന്നെ തറയാക്കലട മോനെ. എടാ മണവാളത്തട്ടി, നിന്നോട് കൂടിയാ പറഞ്ഞേക്കണത്. കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു 3-4 വയസ്സാകുമ്പോഴേക്കും മിക്കവർക്കും തന്നെ ഒരിക്കലെങ്കിലും HMPV വൈറസ് ബാധ ഉണ്ടായിട്ടുണ്ടാവും. ഞാൻ പോകുന്നു. ബൈ.